ഇല്ല, അദ്ദേഹം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പറഞ്ഞതാണ്. നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. വെൽക്കം റാണിജി. താങ്ക് യു. എന്തായാലും ശ്രീജി, സിന്ധു, നന്ദിയുണ്ട് നിങ്ങളുടെ നല്ല വാക്കുകൾക്ക്. എന്തായാലും എല്ലാ ഈ ക്ലബിൽ സന്നിഹിതരായിരിക്കുന്ന മുകളിൽ മോഡ്സ് ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും, താഴെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. തീവണ്ടി എന്ന ഈ ക്ലബിൽ വീണ്ടും എനിക്കും ചിലത് പറയാനുണ്ട് എന്ന ഈ പരിപാടിയിലേക്ക് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷവും ഒപ്പം തന്നെ നന്ദിയും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇതിനു മുൻപേ ഒരു തവണ ഞാൻ വന്നതാണ്. അത് അജൻജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരു തവണ വന്നിട്ടുള്ളതാണ്. അപ്പൊ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അത് അന്നത്തെ ദിവസം ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അന്ന് രാവിലെയാണ് എന്നോട് പറയണത്, ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ട് തീവണ്ടിയിൽ, ഇങ്ങനെയുണ്ട് ഒരു കാര്യം, നിങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോ ഞാൻ ഉടനടി ഓക്കെ, ഏതായാലും നമ്മൾ നിരന്തരം ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഞാനത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രക്ചർ ഒന്നും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും എനിക്കത് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഈ റൂമിന്റെ രീതി എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അന്നത്തെ പരിപാടിയെ പോലെ ഞാൻ അങ്ങ് പെട്ടെന്ന് തന്നെ അറിയാതെ ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും സ്ട്രക്ചർ പ്രകാരം തന്നെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ബൈബിൾ നിരൂപണം നടത്തുന്ന ട്രൂ ഫൈറ്റേഴ്സ് എന്ന റൂമിലാണ് ഇപ്പോ ഞാൻ പ്രധാനമായും ക്ലബ് ഹൗസിൽ സംസാരിക്കാറുള്ളത്. ക്ലബ് ഹൗസിൽ വരുന്നതിന് മുൻപേ തന്നെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എന്നിവയിൽ ഞാൻ വളരെയധികം സജീവമായിരുന്നു. കൂടുതലും ഡിബേറ്റ്സ്, ചർച്ചകൾ, പിന്നെ അറിയാത്ത വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ എന്താ പറയണ്ടേ, പഠിക്കുക, കേൾക്കുക, സംസാരിക്കുക, അതൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് അറിയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ക്ലബ് ഹൗസ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആദ്യ കാലഘട്ടത്തില് മതവിമർശനം, യുക്തിവാദം, ആനുകാലിക വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന റൂമുകളിലായിരുന്നു ഞാൻ കൂടുതലും പങ്കെടുത്തിരുന്നത്. അന്നൊക്കെ മിക്കവാറും ഞാൻ ഒരു ശ്രോതാവായി താഴെ ഇരിക്കുകയായിരുന്നു പതിവ്. കാരണം ഒരു ശ്രോതാവായി ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ. സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നിരന്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം നല്ല വിഷയങ്ങൾ എവിടെയെങ്കിലും നമുക്ക് താല്പര്യമുള്ള ചർച്ചകൾ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിരന്തരം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോ ആ ക്ലബ് ഹൗസിൽ വന്ന കാലഘട്ടത്തില് ഇങ്ങനെ ഞാൻ പല റൂമുകളിലായിട്ട് നടന്ന് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് മതവിമർശനങ്ങൾ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെയാണ് നമ്മള് കാർത്തിക്ജിയുടെ റൂമിൽ എത്തിപ്പെടുന്നത്. അന്നൊക്കെ യേശുവിനോട് വലിയ ആരാധനയായിരുന്നു കേട്ടോ. എന്തായാലും യേശു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്കൊരു പൊതുവായിട്ടുള്ള ഒരു ധാരണയുണ്ട്. യേശു കരുണയുടെ മൂർത്തിമത് ഭാവമാണ്, നന്മയാണ്. യേശു നന്മയല്ലാതെ, സ്നേഹമല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. ഇത് ഞാൻ നിരന്തരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. യേശു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് വളരെയധികം ഒരു എന്താ പറയണ്ട, ആ ഒരു നന്മ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് തന്നെ നമുക്ക് വളരെയധികം ഒരു ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വലിയ പിടിപാടുണ്ടായിരുന്നില്ല, ധാരണ ഉണ്ടായിരുന്നില്ല. അതുപോലെ അന്ന് മതപരിവർത്തനം എന്നുള്ളത്, ക്രിസ്ത്യൻ മതപരിവർത്തനം എന്നുള്ളത് എന്നെ അലട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മതപരിവർത്തനം എന്നുള്ളത് വലിയ ഒരു തിന്മയായിട്ട് ഞാൻ കണ്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ മതപരിവർത്തനത്തിനെതിരെ, ഇങ്ങനെയുള്ള നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ ചതിച്ചും, അതുപോലെ ഇങ്ങനെയുള്ള രീതിയിലുള്ള പാൽപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അന്നത്തെ രീതി, അങ്ങനെ ആ ഒരു കാര്യമാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. അപ്പൊ ആ മതപരിവർത്തനം എന്നുള്ള ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല.
അത് മറ്റുള്ളവന്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി ഒരു നിർബന്ധിത അവന്റെ ഒരു പരിതസ്ഥിതിയെ മുതലെടുത്തുകൊണ്ട് നമ്മൾ മതപരിവർത്തനം ചെയ്യുക എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മയായി ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും യേശു ഈ പിന്നെ എന്താ പറയണ്ടേ, യേശു ഇതൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ മതപരിവർത്തനം എന്നുള്ളതൊക്കെ ഇവരുടെ മനസ്സിൽ തോന്നിയ ഒരു കുറെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ മതം വളർത്താൻ വേണ്ടിയിട്ട് ഈ മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കിടന്ന് മതപരിവർത്തനം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അന്ന് എന്റെ ബോധ്യം ഉണ്ടായിരുന്നത്. വീണ്ടും ഞാൻ പറയാണ്, അന്ന് ബൈബിൾ എന്നുള്ളത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഈ ബൈബിൾ വായിച്ചു നോക്കാൻ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എങ്കിൽ പോലും ഞാൻ അന്നും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഈ യേശു എന്ന് പറയുന്ന വ്യക്തി വളരെ നന്മയുടെ മൂർത്തിമത് ഭാവമാണ് എന്ന് ഇവരൊക്കെ നമ്മളോട് നിരന്തരം പറയുകയും കരുണയാണ് എന്ന് പറയുകയും പിന്നെ അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ആ ഒരു രീതിയിൽ ശാന്തതയൊക്കെ അനുഭവപ്പെടുന്ന രീതിയിലാണ് വരച്ചു വെച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം നമുക്കറിയാം. ഇത്രമാത്രം രക്തരൂക്ഷിതമായിട്ടുള്ള ചരിത്രം നമുക്ക്, അതായത് അതും മതത്തിന്റെ പേരിൽ പിന്നെ മതപരിവർത്തനത്തിന്റെ പേരിലൊക്കെ രക്തരൂക്ഷിതമായിട്ടുള്ള കൊലപാതകങ്ങളും അസംഖ്യം ജനങ്ങളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു മതമാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഈ യേശു ഇത്രയും നന്മയുടെ വക്താവായിട്ട് ഈ ഇദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ തരത്തിൽ പെരുമാറുന്നു? അപ്പൊ അവരുടെ എന്തോ ഒരു ഒരു എന്താണ്, എന്നിട്ടും ബൈബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ എന്താ പറയേണ്ടത്, ഈ കാര്യമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ അന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ തെറ്റിദ്ധാരണയിൽ നിന്നിരിക്കുന്ന ആ സ്ഥിതിയായിരുന്നു ക്ലബ് ഹൗസിൽ വരുന്നതിന് മുൻപ്. വായിച്ചു നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു തവണ, അതായത് ഈ ഉൽപ്പത്തി തുടങ്ങിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്ന് വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു മൂഡും പോയായിരുന്നു. കാരണം വളരെ ബാലിശമായിട്ട് തോന്നി. പിന്നീട് അത്രത്തോളം മതം എന്നുള്ളത് എന്റെ തലയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അതായത് മതപരിവർത്തനം എന്നുള്ള ഇവരോടൊക്കെ ഞാൻ വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതിനെതിരെ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരെ കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വ്യക്തി തന്നെയായിരുന്നു. ക്ലബ് ഹൗസിന് വരുന്നതിന് മുൻപേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ ക്ലബ് ഹൗസിൽ വന്നതിന് ശേഷമാണ് യേശു എന്നുള്ള ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ധാരണയൊക്കെ എനിക്ക് മാറുന്നത് കേട്ടോ. അത് ക്ലബ് ഹൗസിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്ലബ് ഹൗസിൽ വന്നപ്പോഴാണ് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് തർക്കങ്ങൾ, വിതർക്കങ്ങൾ, കുതർക്കങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ മതം എന്നുള്ളത് അല്ലെങ്കിൽ മതവിമർശനം എന്നുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, കാർത്തിക്ജിയോടൊപ്പം കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും നമ്മൾക്ക് പൊതുവിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അവിടെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അല്പം ബുദ്ധിയുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ മറ്റു റൂമുകളിൽ പിന്നെ ബൈബിൾ നിരൂപണം ഞാൻ നടത്തി വന്നു. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ച് അവരുടെ റൂമുകളുമായിട്ട് ഞാൻ പിന്നെ അവർ പറയുന്ന റൂമുകളിൽ ചെന്ന് ഈ ബൈബിൾ വിമർശനവും നിരൂപണവും ഒക്കെ ഞാൻ നടത്താറുണ്ട്. പിന്നെ ക്ലബ് ഹൗസിൽ വന്നിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരന്തരം തെറിവിളികളാണ്. അതായത് എന്നു മുതലാണോ ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല, ചരിത്രത്തിലേക്ക് ഞാൻ പോകാറില്ല. ഞാൻ വെറും ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എന്നാണോ ഞാൻ എടുക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെയും തെറിവിളികളുടെ ഒരു പൊടിപൂരമാണ്. എന്നും തെറിവിളി കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തെറിവിളികൾ മാത്രമല്ല കേട്ടോ, ചീത്തവിളികളും ചാപ്പകളും ഉപദേശങ്ങളും ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ. ഉപദേശങ്ങളും നമുക്ക് തരും. എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്, ഞങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ചേട്ടാ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ ഞാൻ ആ ഒരു കാര്യത്തിലേക്കൊക്കെ ഞാൻ വരാം. പിന്നീട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് പറയുന്നത് എന്താണ് എന്റെ ക്ലബ് ഹൗസ് അനുഭവം എന്ന് പറയുന്ന ആ ഒരു കാര്യം പറയുന്ന ഒരു ഇതാണ്. എന്തായാലും ഈ തെറിവിളികളാണ് എന്നെ കൂടുതൽ ഈ ബൈബിളിനെ അടുപ്പിച്ചതെന്ന് പറയാം. ബൈബിൾ പഠിക്കാനും ആഴത്തിൽ പഠിക്കാനും ഈ പിന്നെ തെറിവിളികളാണ്, അല്ലെങ്കിൽ ചാപ്പേടികളാണ്, അല്ലെങ്കിൽ ഭീഷണികളാണ്
അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, ഇവരല്ലാതെ ഇത്തരം തെറിവിളികളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണ്, ഈ ബൈബിളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പിന്നെ ഇവർക്കത് അസഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ തെറിവിളികളുടെ ഒരു കാര്യം എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ വീണ്ടും സീരിയസ് ആയിട്ട് ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങി. ബൈബിൾ ഇപ്പോ വായിച്ചിപ്പോ ഈ ക്ലബ് ഹൗസിൽ വന്ന് ഏകദേശം ഒരു 3 വർഷത്തോളമായി. എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ. എങ്കിൽ പോലും ഞാനൊരു 3 വർഷത്തോളം ആയിട്ടുണ്ട് ഈ ക്ലബ് ഹൗസിൽ നിരന്തരം ഡെയിലി ഈ ബൈബിൾ നിരൂപണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഞാൻ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞ 1 2 തവണയല്ല ഇപ്പൊ ഞാൻ വായിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ബൈബിൾ എന്ന് പറയുമ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇത് ദൈവ നിവേശിത ഗ്രന്ഥമാണ്, ദൈവത്തിന്റെ വചനമാണ്. ദൈവം അങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ എല്ലാ പുസ്തകങ്ങളെയും മനുഷ്യരെഴുതി അങ്ങനെയുള്ള ഒരു അറിവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മനുഷ്യർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ എന്നുള്ള ഒരു 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 അറിവിൽ നിന്ന് കവിഞ്ഞ് അതിൽ കവിഞ്ഞ് എനിക്കൊരു അറിവ് ഉണ്ടായിരുന്നില്ല. ദൈവം എന്ന് പറയുന്ന വ്യക്തി തന്നെ നേരിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ള ഒരു കാര്യമൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ ഇവര് വന്ന് നമ്മളോട് പറയുന്നത് ദൈവ നിവേശിത പുസ്തകമാണ്, ദൈവത്തിന്റെ വചനങ്ങളാണ്. അപ്പം അത് മാത്രമല്ല, നിർബന്ധമായും നമ്മൾ ഇത് വിശ്വസിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വസിക്കേണ്ട നിയമ പുസ്തകം കൂടെയാണെന്നാണ് ഈ ബൈബിളിനെ കുറിച്ച് ഇവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാനൊരു സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല ഞാൻ ഈ ബൈബിൾ ഒന്നും വായിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഇത്രയും ബൈബിൾ ഇവിടെ വന്നതിന് ശേഷം ഈ 250 തവണ എങ്കിലും എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല, മേ ബി അതിനേക്കാൾ കൂടുതൽ ഞാൻ വായിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് ക്യൂരിയോസിറ്റി ആയിരുന്നു. അതായത് യേശു എന്താണ്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ എന്തൊക്കെയാണ്, പുതിയ നിയമത്തിൽ എന്തെങ്കിലും പുതിയ നിയമം പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ യേശുവിന്റെ വംശാവലി, അതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവരൊക്കെ ഇത് മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് കേട്ടോ. ഇതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ലബ് ഹൗസിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുക്കാൻ തുടങ്ങിയത്. എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൈവപുത്രൻ അല്ലെങ്കിൽ ആ ദൈവമാണെങ്കിൽ എനിക്ക് കൂടെ ഒന്ന് ഇത് എടുക്കാമല്ലോ എന്നുള്ള ഒരു ചിന്തയും കൂടെ അതിലുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പ്രത്യേകിച്ച് യേശുവിനോട് ആരാധനയായിരുന്നു, അതുപോലെ തന്നെ വെറുപ്പ് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്തുക്കളും ഒക്കെ പിന്നെ ക്രിസ്ത്യാനികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു വിരോധമോ വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് വളരെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു ആരാധനയൊക്കെ തോന്നിയ ഒരു വ്യക്തി കൂടെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയാനുള്ള വളരെയധികം ഒരു താല്പര്യം എനിക്ക് തോന്നിയിരുന്നു എന്നുള്ളതാണ്. അത് ക്ലബ് ഹൗസ് ആണ് അതിനെ വഴിയൊരുക്കിയത് എന്ന് പറയാം. ഇനി എനിക്ക് ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഇതിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഈ ക്ലബ് ഹൗസിൽ വരുന്നതിന് മുൻപേ തന്നെ ആക്റ്റീവ് ആയിരുന്നു. ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിരന്തരം ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറും പറയാറും ഒക്കെ ഉണ്ട്. എന്തായാലും പിന്നെ ഇനി രാഷ്ട്രീയ നിലപാടുകൾ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ രാഷ്ട്രത്തിന്റെ സംസ്കാരം, പാരമ്പര്യം, അതിന്റെ സുരക്ഷ, ഇതൊക്കെ എന്താ പറയണ്ടേ, കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, അതിനോട് ചേർന്ന് നിൽക്കാനാണ് എപ്പോഴും എനിക്ക് താല്പര്യമുണ്ടായിരുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഒരു താല്പര്യം. അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോ BJP ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ BJP ആണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയമാണ് എന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അഴിമതി രഹിത ഭരണം, അതുപോലെ തന്നെ ഈ ഇത്രയും കാലത്തില് ഇത്രയും കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇപ്പം നമ്മളുടെ കേരളം ഭരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വിവേചിച്ച് നമ്മൾ അറിയുമ്പോൾ അഴിമതി രഹിതമായിട്ടുള്ളതും പിന്നെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് BJP ആണ് എന്നുള്ളതാണ് എന്റെ ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ രാഷ്ട്രീയവുമായിട്ട് ഞാൻ നിലപാടുകൾ ഇപ്പൊ എടുക്കാറുണ്ട്. ഇതിനേക്കാൾ ഇനി അതായത് രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന BJP-യേക്കാൾ വരുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ആ പാർട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ഇത് എല്ലാവരുടെയും അഭിപ്രായമാകണം എന്നില്ല.
ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ബോധ്യം എല്ലാവരുടെയും ബോധ്യമാകണമെന്ന് എനിക്ക് ശഠിക്കാനും സാധിക്കില്ല. ഞാൻ അങ്ങനെ ശഠിക്കുന്ന ഒരു വ്യക്തി കൂടെയല്ല. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ മതവിമർശനമാണ് പറയണത്. മതം എന്നുള്ളത് പിന്നെ ഞാൻ എന്റെ മതം എന്ന് പറയുന്നത് ഞാനൊരു ഹിന്ദുവാണ്. ഒരു തനത് ഹിന്ദു കുടുംബത്തിൽ അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ വളർന്ന് ജീവിക്കുന്ന ഒരു സനാതന ധർമ്മിയാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതിൽ സന്തോഷവും അഭിമാനവും ഇപ്പോ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അറിഞ്ഞ് ജനിച്ചതല്ലെങ്കിൽ പോലും എന്തിനേയും യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്യാനും തർക്കബുദ്ധിയോടുകൂടി എല്ലാത്തിനെയും കാണാനും സ്വാതന്ത്ര്യം തരുന്ന ദർശനമാണ് ഹിന്ദുധർമ്മം. അല്ലെങ്കിൽ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് ഈ ദർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഹിന്ദുധർമ്മം മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് എന്റെ ബോധ്യം. ഇതിന് സെമിറ്റിക് മതം പോലെ ഒരു വിശ്വാസവുമായി അല്ലെങ്കിൽ ആ വിശ്വാസ പുസ്തകങ്ങളോ അല്ലെങ്കിൽ വിശ്വാസവുമായോ അന്ധമായിട്ടുള്ള വിശ്വാസവുമായോ ഒരു ബന്ധവുമില്ല. എല്ലാത്തിനെയും തർക്കത്തിലൂടെ എന്തിനേയും ചോദ്യം ചെയ്യാനും എന്തിനേയും വിമർശിക്കാനും എന്തിനേയും നല്ലതിനെയൊക്കെ ഉൾക്കൊള്ളാനും തള്ളിക്കളയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ധർമ്മം തന്നെയാണ് ഹിന്ദുധർമ്മം എന്നുള്ളതാണ് ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞു ജനിച്ചതല്ല എങ്കിൽ പോലും ഞാൻ ഇപ്പോ അതിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബൈബിളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിർബന്ധിതമായിട്ട് ഒരു മത വിദ്യാഭ്യാസം കിട്ടുക, അതിൽ തന്നെ വള്ളി പുള്ളി തെറ്റാതെ കൊണ്ടു നടക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അതിൽ പിന്നെ എല്ലാ കാര്യങ്ങളെയും വിമർശനാത്മകമായി കാണുക, മുന്നോട്ടുള്ള, അതായത് മനുഷ്യന്റെ മുന്നോട്ടുള്ള പിന്നെ അവന്റെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നൊക്കെയുള്ള വളരെ ഉദാത്തമായിട്ടുള്ള ഒരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിന്താഗതിയാണ് എന്റെ ഒരു ഇതെന്നുള്ളത്. അതുമായിട്ട് യോജിച്ചു പോകുന്നത് ഹിന്ദുധർമ്മത്തിന് യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും എനിക്ക് അന്ധമായി തന്നെ വ്യക്തികളെയോ ആശയങ്ങളെയോ ഒന്നും ഞാൻ പിന്തുടരാറില്ല. വിമർശിക്കേണ്ട ഏത് കാര്യമാണെങ്കിലും എന്റെ അഭിപ്രായം ഞാൻ പറയാറുണ്ട്. ഇനി ഒരു മതവിമർശനം എന്നുള്ളത്, ഞാൻ ഒരു മതത്തിനോ മതങ്ങൾക്കോ എതിരല്ല. പക്ഷെ അബദ്ധവിശ്വാസത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമാണ് ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാനും എനിക്ക് അങ്ങനെ ഇതിലൂടെ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ഇങ്ങനെ അബദ്ധജടിലമായിട്ടുള്ള വിശ്വാസം അതിൽ മാത്രം പിടിച്ചു നടന്ന് ഈ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പൊ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇനി അടുത്തതായിട്ട് ഞാൻ ഏകദേശം ആ ഒരു നമ്മുടെ സ്ട്രക്ചറിനൊക്കെ ഞാൻ കവർ ചെയ്തു എന്ന് തോന്നുന്നു. എന്തായാലും ഞാനിവിടെ ഇരുന്ന് ബൈബിളൊക്കെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചില ക്രിസ്ത്യാനികൾ ചോദിക്കാറുണ്ട്. പിന്നെ ബൈബിൾ നിരൂപണത്തിലേക്ക്, അതായത് ഈ മതവിമർശനത്തിലേക്ക് വന്ന സാഹചര്യങ്ങൾ, ഇനിയിപ്പോ അതാണ് ഏറ്റവും ലാസ്റ്റിലായി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ മതവിമർശന രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ നിരൂപണത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ഒരുപാട് ചില സാഹചര്യങ്ങൾ കൂടി ആദ്യം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ചോദ്യം തന്നെ, അതായത് എന്തിനാണ് ഇവിടെ ഇരുന്ന് ബൈബിളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള പല ക്രിസ്ത്യാനികളുടെ ചോദ്യങ്ങൾ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നുന്നു. അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. ആ ചോദ്യം തന്നെ ഞാൻ ഈ മതവിമർശന രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം വിശദീകരിക്കാൻ ഞാൻ എടുക്കുകയാണ്. എന്തായാലും ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ അന്ധമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വിശ്വാസ നിയമ ഗ്രന്ഥം എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസ മത നിയമ പുസ്തകം പിൻപറ്റിയല്ല ഹിന്ദുവായി ഞാനോ ഒരു ഹിന്ദുമോ ജീവിക്കുന്നതും. മറ്റുള്ളവർക്ക് അവരുടേതായ വിശ്വാസം എന്ത് തന്നെയായാലും വിശ്വസിക്കാം. അതിനൊന്നും ഹിന്ദുക്കൾ ഒരു തടസ്സവും സൃഷ്ടിക്കാറില്ല. ഇത്തരം ഹിന്ദുക്കളുടെ ഭവനങ്ങളിലേക്കാണ് ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട മതവിശ്വാസ നിയമപുസ്തകവുമായിട്ട് ക്രിസ്ത്യാനികൾ വന്ന് നിങ്ങൾ ആരാധിക്കുന്നത് പിശാചിനെയാണെന്നും നിങ്ങളുടേതെല്ലാം തെറ്റാണെന്നും എന്റേത് മാത്രം ശരിയെന്നും നീ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും രക്ഷയില്ലെന്നും തുടങ്ങി മറ്റ് പലതരം ഭീഷണികളും പ്രലോഭനങ്ങളും തെറ്റിദ്ധരിപ്പിക്കലും നടത്തി മനസ്സും മതവും മാറ്റാൻ ഒരു പറ്റം ക്രിസ്ത്യാനികൾ ഇടിച്ചു കയറി വരുന്നത്. ഇങ്ങനെ മതം മാറ്റപ്പെട്ട മിക്ക വ്യക്തികളും രാജ്യവിരുദ്ധരായി മാറുന്നതും രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ക്ലബ് ഹൗസിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഡെയിലി നമ്മൾ ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നിരന്തരം
കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് അവസാനം ഒരു സഹികെട്ടാണ് ഈ ഇതിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയാണ്. ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും ഇകഴ്ത്തുകയും എന്നാൽ മറ്റ് ക്രിസ്തുമതം കൈയടക്കിയ രാജ്യങ്ങളെ, അതായത് അമേരിക്ക, UK പോലുള്ള ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവർ മനസ്സിലാക്കുന്നില്ല അതൊക്കെ ക്രിസ്തുമതം അധിനിവേശം ചെയ്ത് കൈക്കലാക്കിയിരിക്കുന്ന രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. അത് മറച്ചു വെക്കണം. അതായത് ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇങ്ങനെ സ്വയംഭൂവായി വന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ എന്ന് തോന്നുന്നു. ആ ധാരണക്കൊക്കെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതും എനിക്ക് ഒരു ഇതുണ്ടെന്ന് കാര്യം പറയാനുള്ള ഒരു ഇതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ നമ്മുടെ രാജ്യത്തെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊള്ളയടിച്ച ഈ അധിനിവേശ മതത്തിന്റെ വക്താക്കളായ ബ്രിട്ടീഷുകാരെയും മിഷണറിമാരെയും മറ്റും പുകഴ്ത്തി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിച്ചും കള്ളച്ചരിത്രം എഴുതിയും പ്രചരിപ്പിച്ചും ഇവർ നിരന്തരം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പെരുമാറിത്തീരുന്നവരായി ഇരിക്കുന്നു. അതായത് ഞാൻ പറയുന്നത് ചുമ്മാതല്ല, രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഈ മതപരിവർത്തനം എന്നുള്ളത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. നമ്മൾക്കെല്ലാം അറിയാം. സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് മതപരിവർത്തനം എന്നുള്ളത് തടയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ. പക്ഷെ മതപരിവർത്തനം എന്നുള്ളത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ള നിരീക്ഷണം എന്റേതല്ല, സുപ്രീം കോടതിയുടെ തന്നെയാണ്. അപ്പൊ നമ്മളൊക്കെയും ഈ മതപരിവർത്തനത്തിന് ആ ഒരു കാര്യം നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സുരക്ഷ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ തടയേണ്ട, എങ്ങനെയെങ്കിലും ഈ ഇതിനൊരു ഒരു 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 ലിമിറ്റ് എങ്കിലും വെക്കേണ്ട ഒരു പരിധി കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പഞ്ചാബ് അടക്കമുള്ള അല്ലെങ്കിൽ ജാർഖണ്ഡ് അടക്കമുള്ള ഇപ്പം വളരെയധികം കൂടുതലാണ്. വളരെയധികം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഈ മതപരിവർത്തനം അവിടെ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യം തന്നെ ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള ഈ മനുഷ്യർ, അതായത് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ നെറികേടിന്റെ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയത്. എന്നെ ബൈബിൾ നിരൂപണത്തിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും ക്രിസ്ത്യാനികൾ വന്ന് ബൈബിൾ കാണിച്ച് ഇത് തങ്ങളുടെ വിശ്വാസ നിയമ പുസ്തകമാണ്, നിങ്ങൾ ഇത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ കൈകളിൽ നിർബന്ധിച്ചു വെച്ച് തന്ന പുസ്തകം നമ്മൾ വായിച്ചു മനസ്സിലാക്കിയ ശേഷം നമ്മൾ അവരോട് ഇതിൽ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ പുസ്തകം വിശ്വസിക്കുന്നവരുടെ സ്വഭാവം അങ്ങ് മാറും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? അതായത് നമ്മൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. വന്ന് കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കുക. പുസ്തകം തുറന്നു നോക്കരുത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കരുത്. നിർബന്ധിതമായും ഇതങ്ങ് വിശ്വസിച്ചു കൊള്ളുക. നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തെറിവിളികളായി, അസഭ്യങ്ങളായി, ചാപ്പകുത്തലായി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇത് അടച്ചു വെക്കപ്പെടേണ്ട പുസ്തകം. ഇവര് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു രക്ഷയില്ല. എന്താണ് ഇത് എടുത്ത് പിന്നെ ഇവര് പറയണത് അങ്ങ് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവര് തർക്കിക്കുന്ന ഒരു കാര്യം. ചോദ്യങ്ങൾ ചോദിക്കാതെ മതം മാറുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തമാശയോട് തമാശയാണ്. ക്രിസ്ത്യാനികളെ പോലെ മണ്ടത്തരവും കുൽസിതവും ക്രൂരതകളും നിറഞ്ഞ ഈ നിർബന്ധിത വിശ്വാസ മത പുസ്തകം, പുസ്തക സമാഹാരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിർബന്ധിത വിശ്വാസ മത പുസ്തക സമാഹാരം എന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പല കാലഘട്ടങ്ങളിൽ കൂട്ടിച്ചേർത്തും എടുത്തു മാറ്റപ്പെട്ടും ഒക്കെ തുന്നിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന, ഇത് ദൈവത്തിന്റെ വചനമാണെന്നും പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്, പുസ്തക സമാഹാരമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അതായത് ഇനി ഇങ്ങനെ പറയണം, അതായത് ക്രിസ്ത്യാനികളെ പോലെ ഈ മണ്ടത്തരം നിറഞ്ഞിരിക്കുന്ന കുൽസിതവും ക്രൂരതകളും നിറഞ്ഞ ഈ നിർബന്ധിത വിശ്വാസ മതപുസ്തക സമാഹാരം ഇല്ലാത്തതിന്റെ, ഈ ബൈബിളിനെ പോലെ നിർബന്ധിത വിശ്വാസ മതപുസ്തക സമാഹാരം ഇല്ലാത്തതിന്റെ പേരിൽ ഇവർ ഹിന്ദുക്കളെ പിന്നെ ആക്ഷേപിക്കാൻ തുടങ്ങുകയായി. അതായത് ഹിന്ദുക്കൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസ മതപുസ്തകങ്ങൾ ഇല്ല എന്നുള്ളതിന്റെ പേരിലാണ് ഇവര് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആക്ഷേപിക്കുന്നത്. പിന്നീട് ഹിന്ദുക്കളുടെ പുസ്തകം എന്ന വ്യാജേന അപ്പൊ അവര് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതായത് നമ്മൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി, അപ്പൊ അവർക്കത് സഹിക്കില്ല. അപ്പൊ എന്തെങ്കിലും പിടിവള്ളി വേണം. അതായത് ബൈബിളിനെ മുന്നോട്ട് വെക്കാൻ വേണ്ടി പിന്നീട് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം. അപ്പൊ എന്താ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. അതായത് ഹിന്ദുക്കൾക്ക് ഒരു പിന്നെ നിർബന്ധിത വിശ്വാസ മതപുസ്തക സമാഹാരം ബൈബിളിനെ പോലെ, അതായത് ഹിന്ദു ബൈബിൾ എന്ന് ഇവര് തന്നെ ഉണ്ടാക്കുകയാണ്. ഒരു ഹിന്ദു ബൈബിൾ ഇവര് തന്നെ ഉണ്ടാക്കുകയാണ്. പിന്നീട് ഹിന്ദുക്കളുടെ പുസ്തകം എന്ന വ്യാജേന
ക്രിസ്ത്യാനികൾ തന്നെ സ്വന്തമായി എഴുതിയ പുസ്തകങ്ങൾ വാരി വലിച്ചു കൊണ്ടുവരുന്നു. ബൈബിളിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയ കുൽസിത പുസ്തകങ്ങളാക്കി ബൈബിളിനെ പോലെ 66, 73, 86 ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതായത് ഒരു കൂട്ടരാണെങ്കിൽ 66 എടുക്കും, ഒരു കൂട്ടരാണെങ്കിൽ 73 എടുക്കും, മറ്റൊരു കൂട്ടരാണെങ്കിൽ ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് 86 ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ ചേർത്ത് കെട്ടി ഈ പുസ്തക സമാഹാരം തയ്യാറാക്കി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് എന്താ പറയണത്, ഒരു ഹിന്ദു ബൈബിൾ ഉണ്ടാക്കിയിട്ടാണ് ഇവര് വരുന്നത്. അതായത് ഇവര് തന്നെ എഴുതി ഉണ്ടാക്കി ഹിന്ദുക്കളുടെ പുസ്തകം എന്ന വ്യാജേന വാരി വലിച്ചു കുറെ പുസ്തകങ്ങൾ ഇവര് തന്നെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് ബൈബിളിനും തത്തുല്യമാക്കിയിട്ട് വെക്കാനുള്ള ഒരു ശ്രമം. അതായത് ഇത് ക്രിസ്ത്യൻ ബൈബിൾ ആണെങ്കിൽ നമുക്കൊരു ഹിന്ദു ബൈബിൾ അവര് തന്നെ സമ്മാനമായി നമ്മുടെ തലയിലേക്ക് അങ്ങ് വെച്ചു തരും. ഇനി നമ്മൾ അത് എടുത്തേ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് രക്ഷയില്ല. ഇത് തന്നെയാണ്, ഇത് ഒരു എടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത്. ഇതിനൊക്കെ തമാശ എന്നല്ലാതെ നമ്മൾ എന്ത് പറയാനാണ്? ഈ പറയുന്ന പുസ്തകങ്ങളൊന്നും മറ്റാരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ബൈബിളിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണ്ടേ, അതാണ് ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ബൈബിളിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ തലയിലേക്ക് ഒരു ഹിന്ദു ബൈബിൾ, അത് ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു ബൈബിൾ ഉണ്ടാക്കി ഇവര് തന്നെ നമുക്ക് പിന്നെ അതിൽ പുരാണങ്ങള് അതൊക്കെ ഇവര് വളരെ വിദഗ്ധമായി എഴുതി വെച്ച് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും കേട്ടോ. എന്നിട്ട് ഹിന്ദുക്കൾ അറിയാത്ത, എന്നിട്ട് റെഫറൻസ് ഒന്നും ഇല്ലാതെ, അതായത് റെഫറൻസ് ഒന്നും ഉണ്ടാവില്ല, കുറെ കാര്യങ്ങൾ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യും. അതായത് റെഫറൻസ് ഒന്നും പറയില്ല, ഇത് അവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്, അത് അങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. ചോദിച്ചാൽ ഞാൻ റെഫറൻസ് തരും എന്നൊക്കെ പറഞ്ഞിട്ട് റെഫറൻസ് ഒന്നും ഉണ്ടാവില്ല, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് ഇവര് നമ്മൾ നിരന്തരം ക്ലബ് ഹൗസിൽ കേൾക്കുന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ ഹിന്ദു വിമർശനം എന്നും പറഞ്ഞിട്ട് വരും, ഒരുപാട് കക്ഷികൾ വരും. എന്നിട്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ, മറ്റു സമൂഹത്തിലുള്ള മനുഷ്യർ ഇത്തരം തരംതാണ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽ ക്ലബ് ഹൗസിൽ കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഈ രീതിയിലാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ പെന്തോകൾ എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പൊതുവെ ഈ മതഭ്രാന്ത് കെട്ടി നടക്കണ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്തായാലും അവരാണ് ഈ രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി നോക്കുക, ഹിന്ദുക്കൾ അറിയാത്ത ഹിന്ദുക്കളുടെ നിർബന്ധിത വിശ്വാസ മതപുസ്തകങ്ങൾ ഇതൊക്കെയാണെന്ന് ക്രിസ്ത്യാനികൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് പിന്നീട്. അതായത് ഇതൊക്കെ കൂട്ടിക്കെട്ടി ഒരുപാട് പുസ്തകങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് എഴുതിയിരിക്കുന്ന കുറെ പുസ്തകങ്ങൾ വാരി വലിച്ച് ഇവര് ഉണ്ടാക്കി വെക്കുന്നു, ഹിന്ദു ബൈബിൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് എന്താ പറയണത്, ഹിന്ദുക്കൾ അറിയാത്ത ഹിന്ദുക്കളുടെ നിർബന്ധിത വിശ്വാസ മതപുസ്തകങ്ങൾ ഇതൊക്കെയാണെന്ന് ക്രിസ്ത്യാനികൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഇനി ഇത് നിങ്ങളുടെ പുസ്തകമാണ്, നിങ്ങൾ തന്നെ ഇത് എടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നമ്മളുടെ പിറകെ അങ്ങ് കൂടുകയാണ്. എന്നിട്ട് ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് അങ്ങ് കയറിയായി. ഇതിന്റെ ഉദ്ദേശം രണ്ടാണ്. എന്താന്ന് വെച്ചാ, ഒന്ന്, ക്രിസ്തു മതത്തിൽ ജനിച്ച് ക്രിസ്ത്യാനിറ്റി മോശമാണെന്ന് മനസ്സിലാക്കിയവരെ ക്രിസ്തു മതത്തെക്കാൾ മോശമാണ് അവരുടെ പൂർവ്വമതം എന്നും പറഞ്ഞ് ആ മതത്തിൽ തന്നെ, അതായത് ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പിടിച്ചു കെട്ടാൻ, അല്ലാതെ ഇവരെങ്ങാണ്ട് ചാടിപ്പോയെങ്കിലോ എന്നുള്ളൊരു തോന്നൽ. അപ്പൊ ഇവരുടെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുമല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. ഇനിയോ, ആ മതത്തിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ആ മതത്തിൽ തന്നെ പൂർവ്വമതം ഭയങ്കര മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഒതുങ്ങിയിരുന്നോളും എന്നുള്ള ആ ഒരു കാര്യം ആ ഒരു ധാരണ പുറത്താണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത്. പിന്നെയോ, ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളായ മതത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത നമ്മളെ പോലുള്ള മനുഷ്യരുണ്ടാവും ഇല്ലേ? ഞാനൊക്കെ ഹിന്ദു മതത്തെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ മതത്തിൽ ഇങ്ങനെ കെട്ടപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസ മതപുസ്തകം ഇവരെ പോലെ ഹിന്ദു ബൈബിളും പിടിച്ചു നടക്കുന്ന ഒരു വ്യക്തികളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലായിരുന്നു. അപ്പം ഹിന്ദുക്കളായ മതത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവരെ അപകർഷതാബോധത്തിലേക്ക് തള്ളിവിടാനും അതിലൂടെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കാനുമാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത്. ഹിന്ദു മതം എന്ന് ഞാൻ പറയുന്നത് ബാക്കിയുള്ള എല്ലാ മതത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അതായത് ഭാരതത്തിന്റെ കാര്യം പറഞ്ഞാലാണ് ഹിന്ദു ധർമ്മികളാണ് അവിടെ ഉള്ളത്. ഇവർക്ക് നോട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ ഒന്നും നോക്കില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് നല്ല ഇട്ടി കിട്ടുന്ന ഇവർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് പോകില്ല. പക്ഷെ ഹിന്ദുക്കൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവന്മാരെ പിടിക്കാൻ ഭയങ്കര ഉശിരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതായത് വലിയ ധാരണയൊന്നും ഇല്ലാത്ത നമ്മളെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ ആരാധിക്കുന്നത് ശിവന്റെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ലിംഗമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, എന്താണ് ലിംഗത്തിന്റെ അർത്ഥം എന്ന് പോലും ഇവർക്കറിയില്ല. ഒരു സ്ത്രീ വന്ന് നമ്മളോട് പറയാണ്, ലിംഗം നിങ്ങൾ അതാണ് ആരാധിക്കുന്നത്, ഇതാണ് ആരാധിക്കുന്നത്, എന്താണ് ലിംഗം എന്നൊക്കെ പറയണം. അപ്പൊ ഇവരോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരന്തരം നമ്മൾ പറയുന്നത് ഇവർക്കൊക്കെ ഇതറിയാം എന്താണ് ലിംഗത്തിന്റെ അർത്ഥം എന്ന് വളരെ
കൃത്യമായിട്ട് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ എങ്കിൽ പോലും ഇവർക്ക് ഈ അപകർഷതാബോധം സൃഷ്ടിക്കുക എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഈ എന്താണ് ഇപ്പൊ നമ്മൾ പറയുന്നത്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള മലയാളം പഠിച്ചിട്ടുള്ള, സംസ്കൃതം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, മലയാളം പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്താണ് സ്ത്രീലിംഗ ശബ്ദം, എന്താണ് പുല്ലിംഗ ശബ്ദം. അപ്പൊ സ്ത്രീകൾക്ക് ലിംഗമുണ്ടെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞായിരുന്നു, പേര് ഞാൻ പറയണില്ല, ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലിംഗം കാണിച്ചു തരിക. അതായത് ഇവർക്ക് ഈ കുൽസിത പുസ്തകത്തിന്റെ വക്താക്കൾക്ക് ഈ ലിംഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്തോ ഒരു പിന്നെ ഒരു ആനന്ദം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലിംഗം, സ്ത്രീ ലിംഗം എനിക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം സ്ത്രീ ആണെങ്കിൽ എന്താണ് ലിംഗം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെങ്കിൽ ലിംഗം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ പറയാണ്. അതായത് ഓക്കെ, എന്തായാലും മറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഇപ്പൊ നമ്മളുടെ ഒക്കെ കൂട്ടത്തിലുള്ള മനുഷ്യർ അനേകം കഴിവുകളോട് കൂടിയാണ് ജനിക്കുന്നതെന്ന് നമുക്കറിയാം. പാട്ടുപാടാൻ, വരക്കാൻ, നൃത്തം ചെയ്യാൻ, സംഗീതോപകരണങ്ങൾ വായിക്കാൻ, പ്രസംഗിക്കാൻ, നന്നായി ഭാവനാത്മകമായി എഴുതാൻ തുടങ്ങി നിരവധി കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് പുരാതന കാലം മുതൽക്ക് മനുഷ്യർ. വേദവ്യാസൻ, വാൽമീകി പോലുള്ള ഭാവനാ സമ്പുഷ്ടരായ എഴുത്തുകാർ പുരാതന കാലം മുതൽക്കേ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യൻ സാഹിത്യത്തിൽ ഏറ്റവും പ്രാചീനവും മഹത്തരവുമാണ് ഇവരുടെ രചനകൾ. ഇന്നും ഇവരാണ് ഇന്ത്യൻ സാഹിത്യത്തിന്റെ എന്നല്ല ലോക സാഹിത്യത്തിന്റെ തന്നെ അടിസ്ഥാനം. നോക്കുക, ഇന്ന് വരെയും ഈ രണ്ടുപേരെ, അതായത് എത്രയോ വർഷം പുരാതനമായിട്ടുള്ള ആൾക്കാരാണ് വാൽമീകിയും അതുപോലെ തന്നെ നമ്മുടെ വ്യാസ മഹർഷിയൊക്കെ. അവരുടെ രചന കാവ്യങ്ങളെ വെല്ലാൻ വേണ്ടിയിട്ട് അത് വലിപ്പത്തിലും അതിന്റെ ഭംഗിയിലും ഒക്കെ ഈ വെല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് വരെയും ഒരു ലോകത്തിലുള്ള മറ്റേത് പുസ്തകത്തിലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ പോലെ തന്നെ അന്ന് അത്രയും ഭാരതത്തിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് അതാണ്. അതായത് ഇവര് പറയും ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമ്മളെയൊക്കെ തുണിയുടിക്കാനും പഠിപ്പിച്ചതും അതൊക്കെ, അതായത് ഗ്രാമറും ഇതൊക്കെ പഠിപ്പിച്ചത് ഇവരൊക്കെയാണെന്നാണ് പറഞ്ഞു നൽകുന്നത്. അതായത് ഇതൊക്കെ ഗ്രാമറിന്റെയും അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ഒരു എന്താ പറയണ്ട പിന്നെ ഒരു തെറ്റുപോലും ഇല്ലാത്ത രീതിയിലാണ് ഈ മഹാകാവ്യങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്, അതും എത്രയോ വർഷങ്ങൾക്ക് പിറകെ. അപ്പോഴാണ് ഇവര് നമ്മളുടെ ദേശത്തിന്റെ പാരമ്പര്യത്തെ, സംസ്കാരത്തെ, അതിന്റെ ശ്രേഷ്ഠതയൊക്കെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ അത് നമുക്കൊരു എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അപകർഷതാബോധം സൃഷ്ടിക്കുന്ന തരത്തിൽ ഇവർ ഈ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ വാൽമീകി അതുപോലെ നമ്മുടെ വ്യാസമഹർഷിയെ പോലെ ഇവരെ തന്നെ ലക്ഷക്കണക്കിന് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തതുമായിട്ടുള്ള അനേകം പുരാതന എഴുത്തുകാർ പുരാതന കാലം മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത നാടാണ് നമ്മുടേത്. പുസ്തകങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പഞ്ഞവും ഇല്ലാത്ത നാട് തന്നെയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഭാരതത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, എല്ലാ നാടുകളിലും മനുഷ്യരാൽ എഴുതപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ കിട്ടും. അങ്ങനെ പല കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ടും കൂട്ടിച്ചേർത്തും എടുത്തു മാറ്റപ്പെട്ടും 24, 73, 66, 86 തുടങ്ങി പുസ്തകങ്ങളുടെ സമാഹാരം ഉണ്ടാക്കി ഇത് ദൈവവചനമാണെന്നും ചോദ്യം ചെയ്യപ്പെടാതെ എന്നേക്കും മാറ്റപ്പെടാത്ത വള്ളിപുള്ളി മാറ്റാൻ പാടില്ലാത്ത വിശ്വാസ നിയമ പുസ്തകമാണെന്ന് പറഞ്ഞ് നന്മയും തിന്മയും പുസ്തകത്തിൽ പറഞ്ഞ ദൈവം എന്നേക്കും എഴുതി തന്നു എന്നും എല്ലാ മനുഷ്യരും അതനുസരിച്ച് നടക്കുന്നതിന് വേണ്ടി തന്നു എന്നും പറഞ്ഞ് യഹൂദരെ പോലെ ക്രിസ്ത്യാനികളെ പോലെ മൂഢത്വം കൊണ്ട് നടക്കുന്നവരല്ല ഹിന്ദുക്കൾ. വീണ്ടും പറയാണ്, അതായത് എല്ലാ മനുഷ്യരും അതിനനുസരിച്ച് നടക്കണം എന്ന് പറഞ്ഞ് യഹൂദരെ പോലെ ക്രിസ്ത്യാനികളെ പോലെ മൂഢത്വം കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല ഹിന്ദുക്കൾ. അതുകൊണ്ട് പുസ്തകത്തെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ഓക്കെ, അപ്പം ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം എന്നേക്കും അനുസരിക്കേണ്ട, ദൈവം എഴുതി തന്നു എന്ന് വിശ്വസിക്കേണ്ട, പല കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട അനേകം പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തും ഒഴിവാക്കിയും, വീണ്ടും ഞാൻ പറയണ 24, 73, 66 പുസ്തകങ്ങളുടെ കൂട്ടമായ ബൈബിൾ പോലെ ഒരു മത നിയമ പുസ്തക സമാഹാരം ഹിന്ദുക്കൾക്കില്ല. ഞാൻ അടിവരയിട്ട് പറയാണ്, ഹിന്ദുക്കൾക്കില്ല. ഏതുപോലെ, അതായത് ഒരു ക്രിസ്ത്യൻ ബൈബിൾ പോലെ ഒരു ഹിന്ദു ബൈബിൾ ഒരു ഹിന്ദുവിന് ഇല്ല എന്ന് സാരം. ഇനി
മനുഷ്യന് സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെ യുക്തിപൂർവമായി ചിന്തിക്കാൻ അനുവദിക്കുന്ന, സത്യത്തെ തിരിച്ചറിയാനായി പ്രത്യക്ഷം, അനുമാനം, ശബ്ദം എന്നിങ്ങനെയുള്ള പ്രമാണ സങ്കല്പങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. അതാണ് ഭാരതീയ ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഞാൻ നേരത്തെ പറഞ്ഞു, ദർശനം എന്നാൽ ഉള്ളത്, കാണുന്നത്, കാഴ്ചപ്പാട് എന്നതാണ്. അല്ലാതെ വിശ്വാസവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ ചുമ്മാ വിമർശിക്കണം എന്നതിന്റെ പേരിൽ മാത്രം, ഹിന്ദുക്കൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത, ക്രിസ്ത്യാനികൾ തന്നെ വ്യാജമായി ഉണ്ടാക്കിയെടുത്ത പുസ്തകങ്ങൾ പറഞ്ഞ് വിമർശിക്കും പോലെയല്ല ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ എന്നത് ക്രിസ്ത്യാനികളുടെ ദൈവനിവേശിത നിർബന്ധിത വിശ്വാസ മത നിയമ പുസ്തകമാണ്. ഒന്നുകൂടി പറയാം, ക്രിസ്ത്യാനികളുടെ ദൈവനിവേശിത നിർബന്ധിത വിശ്വാസ മത നിയമ പുസ്തകമാണ്. ക്രിസ്ത്യാനികൾ എന്നും കൊണ്ടു നടക്കുന്ന മരണം, വിവാഹം എന്നിവയ്ക്കും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവരുപയോഗിക്കുന്ന എന്നേക്കും മാറ്റപ്പെടാത്ത വിശുദ്ധ ദൈവവചന പുസ്തകമാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികൾ തന്നെ സമൂഹത്തിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. അതായത് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയോട് പുസ്തകം തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാലരമയോ മംഗളമോ പൂമ്പാറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എടുത്തു തരിക, അല്ലെങ്കിൽ പഠിക്കുന്ന പുസ്തകം ഒന്നും എടുത്തു തരില്ല. നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓടിച്ചാടി പോയി ഹാപ്പി ആയിട്ട് കൊണ്ടുതരുന്ന പുസ്തക സമാഹാരമാണ്, പുസ്തകത്തിന്റെ കൂട്ടമാണ്, അല്ലെങ്കിൽ പുസ്തകമാണ് ബൈബിൾ എന്നുള്ളത്. അതിൽ ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്, ക്രിസ്ത്യാനികളെ പോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും. പിന്നെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ അറിഞ്ഞ സത്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന് കിട്ടുന്ന ഏത് വേദികളെയും ഞാൻ ഉപയോഗിക്കുന്നു. ബൈബിളിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ജനങ്ങളെ അറിയിക്കുക ഏറ്റവും എളുപ്പമുള്ള കാര്യവും കൂടിയാണ് കേട്ടോ. കാരണം എല്ലാ ക്രിസ്ത്യാനികളുടെയും ക്രിസ്ത്യാനികളല്ലാത്തവരുടെയും കയ്യിൽ അവരുടെ ഈ ചോദ്യം ചെയ്യപ്പെടാതെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ യഹൂദ വിശ്വാസ മത നിയമ പുസ്തകമുണ്ട്. നമ്മൾ പറയുന്ന വാക്യങ്ങൾ അതിന്റെ നമ്പർ അടക്കമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നോക്കാൻ വളരെ എളുപ്പമാണ്. ക്രിസ്ത്യാനികൾ പോലും ഒരിക്കൽ പോലും നേരാവണ്ണം വായിച്ചു നോക്കാതെ ബൈബിൾ എന്തോ മഹാദിവ്യ ഗ്രന്ഥമാണെന്ന് തെറ്റിദ്ധരിച്ച് വിശ്വസിക്കുന്ന പലരുമുണ്ട്. ബൈബിളിൽ ഉള്ള കൊലയാളി ദൈവത്തെക്കുറിച്ചോ ബൈബിളിലുള്ള പരസ്പര വൈരുദ്ധ്യത്തെക്കുറിച്ചോ മനുഷ്യനെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന ബൈബിൾ ദൈവത്തെക്കുറിച്ചോ യഹൂദൻ തന്റെ ശ്രേഷ്ഠവാദം മറ്റു സകല ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ച് അധികാരവും സമ്പത്തും കൊള്ളയടിക്കാനും അങ്ങനെ തങ്ങൾക്ക് എന്നേക്കും ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്താനുമുള്ള മതകെണിയാണ് ബൈബിൾ എന്നതും ഒന്നും തന്നെ പലരും അറിയുന്നില്ല. ഇന്ന് ഇവിടെ എനിക്കും ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് ബൈബിളിനെ കുറിച്ചാണ് എന്ന് മാത്രം. കാലങ്ങളായി ക്രിസ്തുമതം ഒളിപ്പിച്ചു വെച്ചതും ക്രിസ്തുമതത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരും അറിയരുതെന്ന് ഈ മതം വിറ്റ് ജീവിക്കുന്നവർ, അതായത് തലപ്പത്തുള്ളവർ ആഗ്രഹിക്കുന്നതുമായ അനേകം നികൃഷ്ടവും നീചവും നിന്ദ്യവും അധാർമികവുമായ അനേകം വാക്യങ്ങൾ ദൈവവചനമെന്ന് അവർ പറയപ്പെടുന്ന ഈ വിശ്വാസ മത നിയമ പുസ്തകമായ ബൈബിളിൽ ഉണ്ട്. അത്തരം വാക്യങ്ങളും വചനങ്ങളും നമുക്ക് മതിലുകളിലോ ചുമരുകളിലോ കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, വാക്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുകയും അവർ നിരന്തരം ഇത് തന്നെയാണ് ചെയ്യുന്നത്, വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ബൈബിൾ എന്നത് ക്രിസ്ത്യാനികളുടെ ദൈവവചനമാണ്. ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വസിക്കേണ്ട വിശ്വാസ നിയമ പുസ്തകമാണ്. അതിനുള്ള വാക്യങ്ങൾ, അതിനെ നിങ്ങൾ അതിന് സാധൂകരിക്കുന്ന വാക്യങ്ങൾ ഇഷ്ടം പോലെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യോഹന്നാൻ 20:29. ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ്? റോമപുസ്തകം 9:20. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. അതായത് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പടി അനുസരിച്ചുകൂടാ. ഇടം വലം, അതായത് നിങ്ങളെ ഇടം വലം തിരിയാൻ അനുവദിക്കാത്ത ഒരു പുസ്തകമാണ് ബൈബിൾ എന്നുള്ളതാണ് പറയുന്നത്. നിയമാവർത്തനം 5:32. സ്വന്തം ബോധ്യത്തിന്റെ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ അനുവദിക്കാത്ത പുസ്തകമതമാണ് ക്രിസ്തുമതം. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ട എന്നേക്കുമുള്ള നിയമം നോക്കിയാണ് നന്മയും തിന്മയും ഈ പുസ്തകമതക്കാർ തിരിച്ചറിയുന്നത് പോലും. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പുസ്തകം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിയുന്നത് എന്നാണ് ക്രിസ്ത്യാനികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് നന്മയും തിന്മയും തിരിച്ചറിയുന്നത്? ഈ ഇമാതിരി പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ളതാണ് അവരുടെ വേവലാതിയും ആവലാതിയും. ബൈബിൾ ദൈവം പറഞ്ഞതും പ്രവർത്തിച്ചതും എഴുതി യഹൂദർക്ക് ഏൽപ്പിച്ചതും മാത്രമാണ് എല്ലാ മനുഷ്യരും പിന്തുടരേണ്ട നന്മ.
എന്താ പറയുന്നത്? ഇവര് പറയുന്നത് എന്താണ്? ബൈബിൾ ദൈവം പറഞ്ഞതും പ്രവർത്തിച്ചതും എഴുതി യഹൂദർക്ക് ഏൽപ്പിച്ചതും മാത്രമാണ് എല്ലാ മനുഷ്യരും പിന്തുടരേണ്ട നന്മ. മതപരിവർത്തന വിഷയവുമായിട്ടാണ് ക്രിസ്തു മതത്തിനോട് എനിക്ക് വിയോജിപ്പുള്ളത് എന്ന് പറഞ്ഞല്ലോ. മതപരിവർത്തനത്തിന് വീട് വീടാന്തരം കയറിയിറങ്ങുന്ന മിഷനറി പ്രവർത്തകന്മാർ കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ നിലവിളിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. സംഘികൾ കയ്യേറ്റം ചെയ്തേ, സംഘികൾ കയ്യേറ്റം ചെയ്തേ എന്ന് പറഞ്ഞാണ് നിലവിളി. കേൾക്കുന്നവർക്കൊക്കെ ഒരു സിമ്പതി മിഷനറി പ്രവർത്തകരോട് തോന്നുന്ന തരത്തിൽ, അത് അല്ലെങ്കിലും ഈ സംഘികൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ചൊറിച്ചിലാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. സംഘികൾ, അതുകൊണ്ട് തന്നെയാണ് നിരന്തരം എന്നെയും വിളിക്കുന്നത് സംഘി, സംഘിണി എന്നൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും, അതായത് സംഘി സംഘി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. സംഘികൾ ആര് ചെയ്താലും ഇപ്പൊ നോർത്തിൽ ചെയ്യുന്നേ അങ്ങനെയാണ് ഇപ്പൊ നിലവിളി കേട്ടോ. നോർത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇവരുടെ ആൾക്കാർ തന്നെ അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നത് എന്താണ്? സംഘിയാണ് അത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ സംഘികൾ കയ്യേറ്റം ചെയ്തേ എന്നാണ് നിലവിളി. കേൾക്കുന്നവർക്കൊക്കെ ഒരു സിമ്പതി എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇതെന്താണ് ഇവരിങ്ങനെ പിന്നെ ഇങ്ങനെ എന്താ പറയണ്ട, മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുന്നത് എന്തിനാണെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ പറയുമ്പോൾ, നിലവിളിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു സിമ്പതി നമ്മളോട് തോന്നുന്ന തരത്തിലാണ് പഞ്ചപാവങ്ങളെ പോലെ അലറി വിളിക്കുന്നത്. എന്നാൽ ബൈബിൾ ദൈവങ്ങളായ യഹോവയും യേശുവും അവരുടെ മതത്തെ വിമർശിക്കുന്നവരെ, മതപരിവർത്തനം ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദമായി എഴുതി കൊടുത്തിട്ടുണ്ട്. കേൾക്കുക. അതായത് ഒരു അധ്യായം തന്നെ അതിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എങ്ങനെ അതായത് ഇവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ അന്യദേവനെ ആരാധിക്കാം, അതായത് അശേരെ ആരാധിക്കാം, അല്ലെങ്കിൽ കെമോഷിനെ ആരാധിക്കാം, ബാലിനെ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ശിവനെ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയാണ്, ഇവർ എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അല്ലാഹുവിനെ ആരാധിക്കാം എന്നൊക്കെ ഇവരുടെ ഇടയിലേക്ക് വന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് യേശുവും യഹോവയും കൃത്യമായ ധാരണ ഈ പുസ്തകത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടം വലം വ്യതിചലിക്കാതെ ഇവർക്കത് പിന്തുടരേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ബാധ്യത കൂടിയുണ്ട്. കാരണം എന്താണ്? ഇവരാണ് പറയുന്നത് ഇത് ഇടം വലം നോക്കാതെ എങ്ങനെയാണോ നന്മയും തിന്മയും എന്താണോ ദൈവം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് നന്മ, അത് തന്നെയാണ് തിന്മ എന്ന് പറഞ്ഞു നടക്കുന്ന ഇവരുടെ ദൈവം വളരെ കൃത്യമായിട്ട് ഇവരെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കുക. 13-ാം അധ്യായം, നിയമാവർത്തനം 13-ാം അധ്യായം എങ്ങനെ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യണം എന്ന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അധ്യായമാണ്. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പക്ഷെ ഞാൻ ഇവിടെ വായിക്കാൻ വേണ്ടി പോവുകയാണ്. കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിന്തുടരാം, അവരെ സേവിക്കാമെന്ന് അവൻ പറയുകയാണെങ്കിൽ അവൻ പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ വധിക്കപ്പെടണം. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ആരാണെങ്കിലും വധിക്കപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. ആരായാലും വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ഞാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. നിയമാവർത്തനം 13-ന്റെ 1, 5 വാക്യങ്ങൾ. ഇനി കേട്ടോളൂ ബാക്കിയുള്ള വാക്യങ്ങൾ. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം. അതായത് നിങ്ങൾ അള്ളാഹുവിനെ സേവിക്കാം, അല്ലെങ്കിൽ അശേരേവ വരൂ, നമുക്ക് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ പിന്നെ യഹൂദന്മാരെ വരൂ, നിങ്ങൾ പിന്നെ അശേരയെ ആരാധിക്കൂ എന്നും പറഞ്ഞ് നമ്മൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരാം. ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. അവനോട് കരുണ കാട്ടരുത്. അവനെ വെറുതെ വിടുകയോ അവന്റെ കുറ്റം ഒളിച്ചു വയ്ക്കുകയോ ചെയ്യരുത്. അവനെ കൊല്ലുക തന്നെ വേണം. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്, പിന്നീട് ജനം മുഴുവന്റെയും. അവനെ നീ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് പറഞ്ഞത്. നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത് എന്ന് നിയമാവർത്തനം 13-ന്റെ പിന്നീടുള്ള 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇനിയോ അടുത്ത് നോക്കുക. ഇത് മൊത്തം ഡെഡിക്കേഷൻ ആണ് കേട്ടോ. അതായത് എങ്ങനെ വകവരുത്തണം, നിങ്ങളെ സമീപിക്കുന്ന ആൾക്കാരെ എങ്ങനെ വകവരുത്തണം എന്നുള്ളതാണ് ഇവിടെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇടം വലം വ്യതിചലിക്കാൻ വിടാത്ത യഹോവയും യേശു എന്ന് പറയുന്ന വ്യക്തിയും പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ
ഏതെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം. അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ നോക്കുക, പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം. എന്താണ് യഹോവ പറഞ്ഞിരിക്കുന്നത്? നിർദ്ദയം വാളിനിരയാക്കണം. ആ പട്ടണത്തെ സകല ജീവജാലങ്ങളോടും കൂടെ നശിപ്പിക്കണം. എന്താണ് ആ ജീവജാലങ്ങൾ എന്ത് പിഴച്ചു എന്നറിയില്ല, എങ്കിൽ പോലും അവിടെ പട്ടണവാസികളെ മാത്രമല്ല സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി, അവിടെയും കൊണ്ട് കലിപ്പ് തീരുന്നില്ല. കലിപ്പനാണ് ഈ യഹോവ എന്ന് പറയുന്ന ഈ വ്യക്തി, അതായത് കലിപ്പൻ എന്ന് പറയില്ലേ, അത് തന്നെയാണ് കലിപ്പ്. അവിടെ നിന്ന് വെച്ചിട്ടും കട്ടക്കലിപ്പിലാണ് ഈ യഹോവ പറയണത്. നോക്കുക എന്താ പറയണത്? പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കണം. അത് എന്നേക്കും നാശകൂമ്പാരമായിരിക്കും, അത് വീണ്ടും പണിയപ്പെടരുത്. അത്രത്തോളം കട്ടക്കലിപ്പിലാണ് യഹോവ പറയുന്നത്. എന്താ പറയണത്? നിർദ്ദയം പട്ടണവാസികളെ നിർദ്ദയം വാളിനിരയാക്കണം. നിർദ്ദയം വാളിനിരയാക്കി ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം. അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കണം. അത് എന്നേക്കും ഒരു നാശകൂമ്പാരമായിരിക്കും, അത് വീണ്ടും പണിയപ്പെടരുത്. നിയമാവർത്തനം 13:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നോക്കുക. അതായത് ഇവര് നിരന്തരം ഈ മതപരിവർത്തനം ചെയ്യുമ്പോൾ നിലവിളിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്തിനാണ് ഇവർ നിലവിളിക്കുന്നത്? അവനെന്നെ മാന്തി, അവൻ എന്നെ പിച്ചി, അവൻ എന്നെ അടിച്ചു എന്നും പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് യഹോവ ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കലിപ്പൻ യഹോവ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നിർദ്ദയം വാളിനിരയാക്കുക. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. പ്രവാചകനാണെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. നിങ്ങളുടെ ഇടയിലാണെങ്കിലും അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. പിന്നെ ആരെങ്കിലും ഒരു പട്ടണത്തിൽ നിന്ന് നിങ്ങളെ സമീപിക്കുകയാണ്, ആരെങ്കിലും വന്ന് നിങ്ങളെ അങ്ങ് മതം മാറ്റിക്കളയാം എന്ന് പറയുകയാണെങ്കിൽ ആ പട്ടണത്തോടൊപ്പം പട്ടണത്തിലുള്ള സകല ആളുകളെയും എന്ന് പറഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം, ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാകാം, അതുപോലെ തന്നെ ജീവജാലങ്ങളോട് കൂടെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൊത്തം നിർദ്ദയം വാളിനിരയാക്കി അത് ദഹന ബലിയാക്കി യഹോവയ്ക്ക് അർപ്പിക്കുക. അതായത് കൊന്നിട്ടും കലിപ്പ് തീരുന്നില്ല, തീയിട്ട് ചുട്ടരിക്കുക, ചാമ്പലാക്കുക. എന്തിനാണ് ഇവര്? ഇപ്പോ നമുക്കറിയാം ഒഡീഷയിൽ സംഭവിച്ച ഒരു കാര്യം അറിയാം, അത് വളരെ അത്യാഹിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു ഫാമിലിയാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ. ആ ഒരു കാര്യം അവിടെ ഈ മതപരിവർത്തനത്തിന് അവരെ സമീപിച്ചിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തി ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് എന്നും യഹോവ പഠിപ്പിക്കുന്നു. പക്ഷെ ഈ കാര്യങ്ങൾ ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടേക്ക്, അതായത് അത് ഇവരുടെ സ്ഥലത്തേക്ക് ഒരു 5 മീറ്റർ ആണെങ്കിൽ തിരിച്ച് നമ്മൾ അതേ രീതിയിൽ ആ ഒരു സ്പേസ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതിന്റെ ദൂരം എന്ന് പറയുന്നത് 2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററും പോലും ഇല്ല. അതായത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് മതപരിവർത്തനത്തിന് വരാൻ പാടില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് മതപരിവർത്തനത്തിന് നിങ്ങളുടെ സമ്മതമോ നിങ്ങളുടെ സമയമോ ഒന്നും ചോദിക്കാതെ ഇടിച്ചു കയറി വരും എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഇത്തരം ക്രൂര നിലപാടുകൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഇത്തരം മ്ലേച്ഛതകൾ ഒളിപ്പിച്ചു നിർത്തിയിട്ടാണ് ഇവന്മാര് നമ്മളുടെ ഇടയിലേക്ക് നമ്മുടെ മതത്തിൽ ഇടർച്ച വരുത്താം, അല്ലെങ്കിൽ അന്യദേവനായിട്ടുള്ള യേശുവിനെ യഹോവയും ആരാധിക്കാം എന്നും പറഞ്ഞ് നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്. നോക്കുക, നമ്മളുടെ ദൈവങ്ങൾ ഇവരെ പോലെ ഇവർ കൊണ്ടു നടക്കുന്ന ഈ വികൃതികളെ പോലെ അത്തരം തരം താണ ആൾക്കാരല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള സംസ്കാരം ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം? എന്താണ് ചേതോ വികാരം എന്നും നിയമാവർത്തനം 13:11 വാക്യം പറയുന്നു. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും, മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും ഒരുങ്ങുകയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവര് പറയും അത് ഇസ്രായേലിനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദേശത്തിന് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് നമ്മളുടെ അടുത്ത് തലയിലിടുന്നത് എന്നൊക്കെ പറയണത്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും ഉൾക്കൊള്ളുന്ന ഒരു ഇത് തന്നെയാണ്, ഒരു ടേം ആണ് അത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് സമമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് വലിയൊരു ക്യാൻവാസ് ആണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിനോട് കൂടെ ചേരുന്ന ക്രിസ്ത്യാനികൾ അടക്കം ഈ ഇസ്രായേൽ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അതിന്റെ റെഫറൻസ് ഞാൻ തരാം. ഗലാത്യ 6:15-16 വാക്യം, ഇഷ്ടംപോലെ വാക്യങ്ങൾ ഉണ്ട് കേട്ടോ. ക്രിസ്ത്യാനികൾ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഗലാത്യ പുതിയ നിയമപുസ്തകത്തിൽ പോൾ പറയുന്നതാണ്.
6ന്റെ 15, 16 വാക്യങ്ങൾ. അതായത് ക്രിസ്ത്യാനികളെല്ലാം ഇസ്രായേലിന്റെ ഭാഗമാണ്, ഇസ്രായേൽ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നു. അതായത് ഇപ്പൊ നമ്മളുടെ ദേശത്തിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇസ്രായേലിന്റെ ഭാഗമാണ്, ഇസ്രായേലാണ്. അതായത് അവർ ഇസ്രായേലിന്റെ ആൾക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്റെ രാജാവിനെ അനുസരിച്ച് നടക്കുന്ന ആൾക്കാർ. അതായത് ഭാരതത്തിലും ഒരു ഇസ്രായേൽ ദേശം ഇവരവിടെ സൃഷ്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഭാരതത്തിൽ മാത്രമല്ല, ചൈനയിലാവട്ടെ, അമേരിക്കയിലാകട്ടെ, ഈജിപ്തിലാകട്ടെ, അല്ലെങ്കിൽ പിന്നെ ആഫ്രിക്കയിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇഷ്ടം പോലെ റെഫറൻസ് ഉണ്ട് കേട്ടോ. ഇവര് പറയും എന്നുള്ളത് വളരെ 100% ഉറപ്പാണ്. നമ്മളെപ്പോലുള്ള മരമണ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഇവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഇനി നടപ്പില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയോ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 13ന്റെ 23 വാക്യം, ഇസ്രായേലിന് രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അതായത് ഇസ്രായേലിന് രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:23. ഇസ്രായേൽ എന്നുള്ളത് വലിയ കോൺസെപ്റ്റ് ആണ്. അത് ഈ യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ടേം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ വരുന്നത്. അപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇസ്രായേലുമായി ബന്ധമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ. അതാണ് പറഞ്ഞത്, യഹൂദന്റെ ഈ കള്ളക്കുഴിയിലാണ്, അതായത് ഇത്തരം പിന്നെ കുഴികളിലാണ്, പടുകൂറ്റൻ കുഴിയിലാണ് ഇവരൊക്കെ, നമ്മളെ പോലുള്ള ആൾക്കാർ വീണിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1ന്റെ 6, 7 വാക്യങ്ങൾ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? യേശുവിനോട് ചോദിക്കാണ് കേട്ടോ, ശിഷ്യന്മാര് ചോദിക്കാണ്. അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു, അതായത് ഈ സ്വർഗരാജ്യം എപ്പോഴാണ് സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി കേട്ടോളൂ. അതായത് ഇതൊക്കെ ഇനിയിപ്പോ പറയാണ്, യേശു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ഇതേ രീതിയിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് യേശു പറയുന്ന, അതായത് ഈ മതപരിവർത്തനത്തെ യേശു ന്യായീകരിക്കുന്ന ഒരു കാര്യം, അതായത് യേശു എല്ലാം കടുപ്പിച്ചിട്ടാണ്, പഴയ നിയമപുസ്തകങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും കടുപ്പിച്ചിട്ടാണ് പറയണത്. ഇവിടെ നിയമം പഴയ നിയമപുസ്തകത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. യഹോവ കൊടുത്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി യേശു ഇതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നോക്കാം. എങ്ങനെയാണ് കടുപ്പിച്ച് പഠിപ്പിക്കുന്നത്, അതായത് യേശു എങ്ങനെയാണ് ഈ പരിവർത്തന നിയമത്തെ ഓരോ മനുഷ്യനും എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതും ഭീഷണിയുടെ സ്വരം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താ പറയണത്? വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കടുപ്പിക്കുക, നിയമം പഴയ നിയമപുസ്തകത്തിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ നിയമങ്ങളൊക്കെ തന്നെയാണ്, ആ നിയമങ്ങളുടെ ഏറ്റവും കടുപ്പിച്ച സ്വരമാണ് യേശു ഇവിടെ മാർക്കോസിന്റെ പുസ്തകം 9ന്റെ 42, 43 വാക്യങ്ങൾ, മത്തായിയുടെ പുസ്തകം 18, 6, 7 വാക്യങ്ങൾ, ലൂക്കിന്റെ പുസ്തകം 17ന്റെ 1, 2 വാക്യങ്ങൾ എല്ലാം നിങ്ങൾ നോക്കുക. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ, അതായത് ഈ മതപരിവർത്തനത്തിന് വന്നു കഴിഞ്ഞെന്നാ എന്താ ചെയ്യേണ്ടത്? ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കുമെന്ന് മത്തായി 18ന്റെ 6, 7. പ്രലോഭന ഹേതുവാകുന്നവന്, അതായത് പ്രലോഭിക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ദുരിതം എന്നാണ് അവിടെ പറയുന്നത്, മത്തായി 18ന്റെ 6, 7 വാക്യങ്ങൾ. ഇനി ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ, അതായത് ഏറ്റവും ചെറിയ ആൾക്കാർക്ക് പോലും, ഇവർ പറയില്ലേ ദരിദ്രന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ അങ്ങ് ഉയർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് യേശു പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണെന്ന് ലൂക്ക് 17ന്റെ 1, 2 വാക്യങ്ങൾ, മാർക്കോസിന്റെ 9, 42, 33 വാക്യങ്ങൾ. ഇതൊക്കെയാണ് ഇവരുടെ പുസ്തകത്തിൽ കിടക്കുന്നത്. അപ്പം ഈ നമ്മൾ പറയുന്നത്, അതായത് ഇനി പറയുന്ന യേശു എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതായത് പഴയ നിയമ പുസ്തകങ്ങളുടെ നിയമങ്ങളൊക്കെ ഞാൻ എടുക്കുന്നു എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെയും സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മത്തായി 5ന്റെ 17, 18 വാക്യങ്ങൾ. ഇത് തന്നെ വീണ്ടും,
അതായത് പിന്നെ പിന്നെ ഈ ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്നാൽ മത്തായി 24 അധ്യായം ഏറ്റവും അവസാനത്തെ അധ്യായത്തോട് 28 അധ്യായങ്ങളേ ഉള്ളൂ. അതായത് മത്തായി 24-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി 24-ന്റെ 35-ാം വാക്യം, ആകാശവും ഭൂമിയും കടന്നു പോകും. നോക്കൂ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്നാണ് മത്തായി 24-ന്റെ 35-ാം വാക്യം പറയുന്നത്. വളരെ കൃത്യമായിട്ട്, വളരെ ഭീഷണിയോടുകൂടി അങ്ങനെയാണ് പറയുന്നത്. പഴയ നിയമ പുസ്തകങ്ങളെ, പ്രവാചകന്മാരെ ഒന്നും ഞാൻ പിന്നെ അസാധുവാക്കാനല്ല എന്നും പറഞ്ഞിരിക്കുന്നു. എവിടം വരെയാണ് പ്രവാചകന്മാരെന്നും യേശു വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയാണ്. അതായത് മലാക്കി പ്രവാചകനിൽ നിന്ന് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. യോഹന്നാൻ, അതായത് ബാപ്റ്റിസ്റ്റ് ജോൺ എന്ന് പറയുന്ന അല്ലേ, അതായത് ജ്ഞാപക യോഹന്നാൻ. അപ്പം പഴയ നിയമപുസ്തകത്തിലുള്ള ഒരു പ്രവാചകനെ കൂടി കണക്ട് ചെയ്ത് പഴയ നിയമപുസ്തകത്തിലുള്ള പ്രവാചകന്മാരെയും പുതിയ നിയമപുസ്തകത്തിലുള്ള പ്രവാചകനായിട്ടുള്ള യോഹന്നാനെയും കണക്ട് ചെയ്യുകയാണ് യേശു. അതായത് പഴയ നിയമപുസ്തകത്തിലുടനീളം മലാക്കി കൊണ്ട് അവസാനിക്കുന്നില്ല, വന്ന് പുതിയ നിയമത്തിലേക്ക് വന്ന്, അതായത് ഒരു കൊളുത്തിടുകയാണ്. അതായത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ഒരു കൊളുത്തിട്ട് യോഹന്നാനുമായിട്ട്, അതായത് ജ്ഞാപക യോഹന്നാൻ, പ്രവാചകനായിട്ടുള്ള ജ്ഞാപക യോഹന്നാനെ വളരെ കൃത്യമായി കൊളുത്തിട്ട് അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇവർക്ക് ഇതിൽ നിന്ന് കൈയൊഴിയാൻ സാധിക്കില്ല. യേശു എന്ന് പറയുന്ന വ്യക്തി നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് നമ്മളാരും വിചാരിക്കേണ്ട. ഈ നിയമങ്ങളൊക്കെ ഇന്നും വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് ഇത് എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്, മുട്ടുപറയ്ക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി കണ്ടോളൂ, എന്താ യേശു ഇത് തന്നെയാണ് പറയുന്നത്. പഴയ നിയമപുസ്തകത്തെ വളരെ കൃത്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊള്ളുക. എന്താ പറയണത്? ഞാൻ എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. കൽപ്പന നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? പഴയ നിയമപുസ്തകത്തിൽ ഉടനീളം കൽപ്പനയുടെ ചാകരയാണ്. എല്ലാം കൽപ്പനയാണ്, മൊത്തം കൽപ്പനയാണ്. ഞാൻ എന്തു പറയണം, എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതായത് ഇവർക്ക് ഈ കൽപ്പനകളൊക്കെ അനുസരിച്ചേ മതിയാവൂ. അതായത് നിത്യസ്വർഗം നേടാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നതൊക്കെയും യേശു കൊടുത്തിരിക്കുന്ന ഉപദേശം മൊത്തത്തിൽ പഴയ നിയമ പുസ്തകത്തിലുള്ള എല്ലാ കൽപ്പനകളും തന്നെയാണ്. അവിടെയാണ് നിത്യജീവനുള്ളത്. ആ കൽപ്പനകളൊക്കെ അനുസരിച്ചാൽ മാത്രമേ ഇവർക്ക് നിത്യസ്വർഗം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് എന്നാണ് യോഹന്നാന്റെ പുസ്തകം 12-49-50 വാക്യങ്ങൾ. കുടുംബദൈവമായ യഹോവയുടെ കൽപ്പന തന്നെയാണ് നിത്യജീവനെന്ന് യേശുവിനെ പോലെ തന്നെ യഹൂദന്മാരും വിശ്വസിക്കുന്നുണ്ടെന്ന്. അതായത് ഈ കൽപ്പന തന്നെയാണ് നിത്യജീവനെന്ന് യഹൂദന്മാരും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ 5-39 വാക്യം. മറ്റുള്ളവരെ സംബന്ധിച്ച് അന്യദേവന്മാരായ യേശുവിനെയും യഹോവയെയും ആരാധിക്കണം എന്ന് പറഞ്ഞ് പാവങ്ങളായ മനുഷ്യരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി ചെന്നതുകൊണ്ട് മാത്രമാണ് പൗലോസ്, അതുപോലെ പത്രോസ്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, മൊത്തം സകലമാന ക്രൂരന്മാരായിട്ടുള്ള പ്രവാചകന്മാരാണ് കേട്ടോ. പ്രവാചകന്മാരെന്ന് വിചാരിക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര വിശുദ്ധര്, പഞ്ചപാവങ്ങളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് വായിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം. പൗലോസ്, പത്രോസ്, പഴയ നിയമപുസ്തകത്തിൽ ഉടനീളമുള്ള ഈ പ്രവാചകന്മാർ എന്നിവരൊക്കെ കൊല്ലപ്പെട്ടത് ചുമ്മാതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കുൽസിത പരിപാടിയായിട്ടുള്ള ഈ മതപരിവർത്തന വേല കൊണ്ട്, അതായത് ഇവരൊന്നും സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അസമത്വങ്ങൾക്കെതിരായി, സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട് അടിമത്തം പോലുള്ള, വിവേചനം പോലുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യം പോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ആൾക്കാരല്ല. ഇവര് പറയുന്ന കാര്യം, അതായത് ഇവരുടെ ദൈവം ചുട്ടുകൊല്ലാൻ, അതായത് മതപരിവർത്തനം നടത്താൻ വരുന്ന ആൾക്കാരെ ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരോട് ചെയ്തത് കൊണ്ടാണ് ഇവർക്കൊക്കെയും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ ദുർമൃത്യു വരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഈ സുവിശേഷം പറയാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെയുള്ള ദുർമൃത്യുവൊക്കെ ഇവർ വരിച്ചു എന്നാണ് പറയുന്നത്. അത് വലിയ കൊട്ടിഘോഷിച്ച് വലിയ അവര് സഹനത്തിന്റെ മാലാഖയാണ്, വെള്ളരി പ്രാവാണെന്നൊക്കെയാണ് ഇവിടെ വന്ന് കെട്ടിഘോഷിക്കുന്നത്. നോക്കുക, ചുട്ടുകൊല്ലപ്പെട്ട, അതായത് ചുട്ടുകൊല്ലാനാണ് ഇവന്മാരോട് ഇവരുടെ പുസ്തക ദൈവം പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യമാണ് മറ്റുള്ള നാട്ടുകാർ ഇവരോട് ചെയ്തത് എന്ന് ആരോടും പറയില്ല. നോക്കുക, അപ്പൊ ഇവരൊന്നും സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽപ്പെട്ടിരിക്കുന്ന അസമത്വങ്ങളോട്, സാമൂഹിക അസമത്വങ്ങളോട്, അതായത് ഇവരുടെ ദൈവം തന്നെ ഇറക്കി കൊടുത്തിരിക്കുന്ന ഈ അടിമത്തം പോലുള്ള, അതുപോലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രസംഗിച്ചത് കൊണ്ടോ പ്രവർത്തിച്ചത് കൊണ്ടോ മനുഷ്യരെ നല്ല
രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ പേരിലോ കൊല്ലപ്പെട്ട ആൾക്കാരല്ല. നേരെ മറിച്ച് ഈ കുൽസിതമായിട്ടുള്ള മതപരിവർത്തനം എന്നുള്ള ഈ പരിപാടി തൊഴിലാക്കി അതുപോലെ തന്നെ മേലനങ്ങാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ അടിച്ചു മാറ്റി ജീവിക്കാൻ വെമ്പൽ കൊണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഇങ്ങനെ പറയുന്നു കേട്ടോ. അതായത് നിങ്ങൾ വിചാരിക്കണ്ട ഈ യേശുവിന് ശേഷമാണ് ഈ സുവിശേഷമൊക്കെ കൊണ്ട് വിറ്റ് ഇവർ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്റെ വീണ്ടും ഒരു കെണിയാണ് ഇവിടെ പറയുന്നത്. അതായത് യഹൂദൻ ഇത് എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ്. എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ്. അതായത് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതായത് ഇവർ പറയാണ്, അതായത് മറ്റുള്ള മനുഷ്യരൊക്കെ ഇവരോട് വന്ന് സുവിശേഷം അല്ലെങ്കിൽ എന്റെ ദൈവത്തെ നീ ആരാധിക്കൂ എന്നൊരു ക്രിസ്ത്യാനിയോടോ യഹൂദനോടോ പറയാൻ പാടില്ല. അപ്പൊ അവനെ ശരിപ്പെടുത്തി കളയണം, വാളിന് നിർദ്ദയം ഇരയാക്കി കളയണം, അവന്റെ കുടുംബത്തോടൊപ്പം